കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വിഷയം ദൈവവും എല്ലാ വിശ്വാസത്തിലുമുള്ള ജനങ്ങളും എന്നതാണ്. ഗോഡ് ആൻഡ് പീപ്പിൾ ഓഫ് ഓൾ ഫെയ്ത്ത്സ്. നമുക്കറിയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് സൃഷ്ടികളുടെ മകുടമായിട്ടാണ്. ക്രൗൺ ഓഫ് ഓൾ ക്രിയേഷൻസ്. ദൈവവുമായുള്ള കൂട്ടായ്മയിൽ ആയിരിക്കുവാൻ, ദൈവമഹത്വത്തിനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം വളർന്നു വരുവാൻ ഒരു കപ്പാസിറ്റി ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്നു. അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ അവനിലുണ്ട്. ഇത് തന്നെയാണ് വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നത്. എങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് അവിടെ നാം കാണുന്നു. ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. 8-ാം സങ്കീർത്തനത്തിലും നാം വായിക്കുന്നു, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു, തൻ്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് അവനെ അധിപതിയാക്കിയിരിക്കുന്നു എന്ന്. എന്നാൽ മനുഷ്യ ചരിത്രത്തിൽ നാം എന്താണ് കണ്ടത്? ദൈവം മനുഷ്യന് കൊടുത്ത ആ സ്വതന്ത്ര ബുദ്ധി അഥവാ ഫ്രീ മോറൽ ഏജൻസി അവൻ ദുർവിനിയോഗം ചെയ്തു. അവൻ സ്വാർത്ഥനായി സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിച്ചു. പ്രാകൃതനായി മാറി. ജഡീക മനുഷ്യനായി അവൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. ദൈവവുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുത്തി. പാപിയായി മാറി. മനുഷ്യൻ്റെ ഈ പരിതാപകരമായ അവസ്ഥയിൽ ദൈവം മൗനമായിരുന്നില്ല, വെറുതെ ഇരുന്നില്ല. മനുഷ്യനോടുള്ള മഹാസ്നേഹ നിമിത്തം സാക്ഷാൽ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ പ്രത്യക്ഷനായി നമ്മുടെ ഇടയിൽ പാർത്തു. പാപത്തിൽ ആണ്ടുപോയ മനുഷ്യനെ, ദൈവത്തിൽ നിന്നും ആ കൂട്ടായ്മയിൽ നിന്നും അന്യനായിപ്പോയ മനുഷ്യനെ തിരികെ ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരണം, വിശുദ്ധിയിലേക്ക് കൊണ്ടുവരണം. അതിന് പാപത്തെ കൈകാര്യം ചെയ്യണം. മനുഷ്യനായി തീർന്ന ആ ദൈവം മനുഷ്യജാതിയുടെ പാപമെല്ലാം തന്മേലേറ്റെടുത്തു. കാരണം അവൻ വിശുദ്ധനാണ്. വിശുദ്ധനായ ഒരുവന് മാത്രമേ മനുഷ്യൻ്റെ പാപത്തെ ഏറ്റെടുത്ത് ചുമന്നൊഴിക്കുവാൻ കഴിയുകയുള്ളൂ. ഭൂമിയിൽ മനുഷ്യൻ അവൻ്റെ പാപപരിഹാരത്തിനായി പലതും പ്രവർത്തിച്ചു. യുഗങ്ങളായി അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അവനിലെ ആത്മാവ് ദൈവത്തെ വാഞ്ചിക്കുന്നവനാണ്. പക്ഷെ അവരുടെ പ്രയത്നങ്ങളെല്ലാം വൃഥാവായിപ്പോയി. പാപമില്ലാത്ത ഒരു യാഗവസ്തുവിനെ അവർക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അവർക്ക് പാപം പരിഹരിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതെങ്ങനെയാണ്? പാപമില്ലാത്ത ഒരു യാഗവസ്തുവിനെ എവിടെ കാണുവാൻ കിട്ടും? അപ്പോഴാണ് സാക്ഷാൽ ദൈവം തന്നെ, വിശുദ്ധനായ ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് മനുഷ്യൻ്റെ പാപമെല്ലാം തന്മേലേറ്റെടുത്ത് ക്രൂശിൽ ഹോമബലിയായി മാറിയത്. മനുഷ്യൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഒരുപാട് ബലികളും നരബലികൾ പോലും ചെയ്തു. എല്ലാ ബലികൾക്കും അന്ത്യം കുറിച്ചുകൊണ്ട് യേശുക്രിസ്തു സ്വയയാഗമായി മാറി. എങ്ങനെയാണ് ഈ ബലി മൂലം മനുഷ്യന് രക്ഷ കിട്ടുന്നത്? ആര് ഈ ബലിയിൽ വിശ്വസിക്കുമോ, ദൈവം എന്താണ് മനുഷ്യജാതിക്ക് വേണ്ടി ചെയ്തത് എന്ന് മനസ്സിലാക്കി അത് വിശ്വസിച്ച് ഏറ്റെടുക്കുമോ, അവന് രക്ഷയുണ്ട്. അവനാണ് രക്ഷ.
അതാണ് രാവിലെ മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഈ ലോകത്തിൽ പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പാപിയെ, നീ കടന്നുവാ. നിന്റെ പാപമെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഒരുവൻ ക്രൂശിന്മേൽ മരിച്ചു. അവനിൽ നീ വിശ്വസിക്കുക. അവൻ ചെയ്ത രക്ഷണ്യ പ്രവൃത്തി നീ അംഗീകരിക്കുക. അതുമാത്രം നീ ചെയ്താൽ മതി. നീ ചെയ്യുന്ന മറ്റു കാര്യങ്ങളെല്ലാം വ്യർത്ഥമാണ്. അതൊന്നും ദൈവത്തിൻ്റെ നിലവാരത്തോട് ഒക്കുന്നതല്ല. ദൈവം വിശുദ്ധനാണ്. ആ വിശുദ്ധി പ്രാപിക്കുവാൻ നിനക്ക് സ്വയം സാധ്യമല്ല. ദൈവം തന്ന ആ വഴിയെ നീ നടക്കുക. ദൈവം കാണിച്ചു തന്ന അത് നീ വിശ്വസിക്കുക. വഴിയും സത്യവും ജീവനുമായ ആ ദൈവത്തിലേക്ക് യേശുക്രിസ്തുവിലൂടെ നീ കടന്നു വരിക. പാപം ചെയ്ത് മനുഷ്യൻ അകന്നു പോകുമ്പോഴൊക്കെയും ദൈവം അവനെ ഡിസിപ്ലിൻ ചെയ്യാറുണ്ട്, ശിക്ഷണം കൊടുക്കാറുണ്ട്. കാരണം മനുഷ്യനെ ദൈവം അത്രമാത്രം സ്നേഹിക്കുന്നു. ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകുവാൻ ദൈവത്തിന് ആഗ്രഹമില്ല. മനുഷ്യൻ ഇത് അവഗണിച്ചാണ് അവൻ്റേതായ രീതിയിൽ, അവൻ്റേതായ പ്രാകൃത വിശ്വാസത്തിൽ, പാഷാണ്ഡ ഉപദേശങ്ങളിൽ അവൻ കുടുങ്ങിക്കിടക്കുന്നത്. അവനവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അതിൻ്റെ അടിമത്വത്തിൽ അവനായിരിക്കുകയാണ്. മനുഷ്യ, നീ തിരികെ വരിക. നീ കണ്ണു തുറന്ന് നോക്കുക. എന്താണ് ലോകചരിത്രത്തിൽ ഈ ഭൂമിയിൽ സംഭവിച്ചത് എന്ന്. സാക്ഷാൽ ദൈവമായവൻ നിങ്ങളെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിലേക്ക് വന്നു. നീ അത് അറിയുക. ഇന്നത്തെ നമ്മുടെ വചനപാഠങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പേ നമുക്ക് സങ്കീർത്തനം 66 പഠിക്കാം. ഇതൊരു ഗീതവും സങ്കീർത്തനവുമാണ്. അതായത് ഇതൊരു ലിറിക്കൽ പോയമാണ്, സെറ്റ് ടു മ്യൂസിക് ദാറ്റ് ഫോക്കസസ് ഓൺ പ്രൈസിങ് ഗോഡ്. യഹൂദന്മാർ തങ്ങളുടെ സിനഗോഗുകളിൽ ആലപിച്ചിരുന്ന കീർത്തനങ്ങളാണിത്. ഇതൊരു ഗീതവുമാണ്. അതായത് വോക്കൽ കോമ്പസിഷൻ വിത്ത് ലിറിക്സ് ആൻഡ് മ്യൂസിക്. നമുക്കത് വായിക്കാം. ഇത് ദാവീദ് എഴുതിയ സങ്കീർത്തനമല്ല. ഇവിടെ ടൈറ്റിൽ കാണുന്നത് സംഗീത പ്രമാണിക്ക് ഒരു ഗീതം, ഒരു സങ്കീർത്തനം എന്നാണ്. ടു ദ ചീഫ് മ്യൂസിഷ്യൻ എ സോങ്, എ സാങ്. ഗ്രീക്ക് ഭാഷയിൽ അല്ലെങ്കിൽ ഗ്രീക്കുകാർ ഒരു ഉയർപ്പിൻ്റെ സംഗീതമായിട്ടാണ് ഇത് ആലപിച്ചിരുന്നത്. ഉയർപ്പ് ദിവസം അവർ ഈ സങ്കീർത്തനം ആലപിച്ചിരുന്നു. ഇതൊരു പ്രവചന സങ്കീർത്തനമാണ്. അതായത് ദൈവത്തെ അറിയാത്ത ജാതികൾ മാനസാന്തരപ്പെട്ട് ദൈവത്തെ അറിയുന്നതിനാൽ ലോകത്തിനൊരു ഉണർവുണ്ടാകും. ദൈവം മനുഷ്യനെ അവരുടെ പാപത്തിൽ തള്ളിക്കളഞ്ഞിട്ടില്ല. എവിടെ അവൻ പാപം ചെയ്യുന്നുവോ അവിടെ നിന്ന് അവനെ തിരികെ വിളിക്കുന്ന, തിരികെ നേർവഴിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ശിക്ഷണമാണ് ദൈവം അവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഒരു ഡിസിപ്ലിനിങ് ഇവിടെയും കാണുന്നു. സർവഭൂമിയോടും ദൈവത്തെ ഘോഷിക്കുവാനുള്ള ആഹ്വാനമാണ് ഈ സങ്കീർത്തനത്തിലുള്ളത്. സർവഭൂമിയുമായുള്ളവയെ ദൈവത്തിന് ഘോഷിപ്പീൻ, അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കീർത്തിപ്പീൻ, അവൻ്റെ സ്തുതി മഹത്വീകരിപ്പീൻ. ദൈവത്തോട് പറവീൻ, നിന്റെ പ്രവർത്തികൾ എത്ര ഭയങ്കരം. നിന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. സർവഭൂമിയും നിന്നെ നമസ്കരിച്ച് പാടും. അവർ നിന്റെ നാമത്തിന് കീർത്തനം പാടും. Shout with joy to God, all the earth. Sing to the glory of his name. Offer him glory and praise. Say to God, how awesome are your deeds.
So great is your power that your enemies cringe before you. All the earth bows down to you. They sing praise to you. They sing praise to your name. ഇതിൻ്റെ ശേഷം സേല എന്നൊരു വാക്ക് ഇവിടെ നാം കാണുന്നു. ഈ സങ്കീർത്തനത്തിൽ 3 ഈ വാക്കുണ്ട്. ഇതൊരു എബ്രായ വാക്കാണ്. ഇതിൻ്റെ അർത്ഥം പോസ് ഫോർ എ വൈൽ ആൻഡ് റിഫ്ലക്റ്റ് എന്നാണ്. മ്യൂസിക്കൽ ഇൻ്റർലൂഡാണിത്. സ്റ്റോപ്പ്, ലിസൺ ആൻഡ് മെഡിറ്റേറ്റ്. നിങ്ങൾ ആലപിച്ചത് ഒന്ന് നിന്ന് തിരിഞ്ഞൊന്ന് ചിന്തിക്കുക. എന്താണിത്? ഹൗ ഓസം ആർ യുവർ ഡീഡ്സ്, സോ ഗ്രേറ്റ് ഈസ് യുവർ പവർ. ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. തുടർന്ന് നാം വായിക്കുന്നു, കം ആൻഡ് സീ വാട്ട് ഗോഡ് ഹാസ് ഡൺ, ഹൗ ഓസം ഹിസ് വർക്ക്സ് ഇൻ മാൻസ് ബിഹാഫ്. വന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നോക്കുവീൻ. അവൻ മനുഷ്യപുത്രന്മാരോടുള്ള തൻ്റെ പ്രവൃത്തിയിൽ ഭയങ്കരൻ. അവൻ സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി. അവർ കാൽനടയായി നദി കടന്നുപോയി. അവിടെ നാം അവനിൽ സന്തോഷിച്ചു. പണ്ട് ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്ന് വന്ന കാര്യമാണ് അവർ ഓർക്കുന്നത്. അവൻ സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി. ആ ജനം കാൽനടയായി നദി കടന്നുപോയി. അവിടെ നാം അവനിൽ സന്തോഷിച്ചു. അവൻ തൻ്റെ ശക്തിയാൽ എന്നേക്കും വാഴുന്നു. അവൻ്റെ കണ്ണ് ജാതികളെ നോക്കുന്നു. ഇസ്രായേൽക്കാരെ മാത്രമല്ല അവൻ നോക്കുന്നത്, അവൻ്റെ കണ്ണ് സത്യദൈവത്തെ അറിയാത്ത ജനങ്ങളെയും നോക്കുന്നു. ഭൂമിയിലെ സകല രാജ്യങ്ങളെയും സകല ജനതകളെയും വംശങ്ങളെയും ഗോത്രങ്ങളെയും എല്ലാം അവൻ കാണുന്നു. മത്സരക്കാർ തങ്ങളെ തന്നെ ഉയർത്തരുതേ. വംശങ്ങളെ നമ്മുടെ ദൈവത്തെ വാഴ്ത്തുവീൻ. പ്രേസ് അവർ ഗോഡ് ഓൾ യു നേഷൻസ്. അവൻ്റെ സ്തുതിയെ ഉച്ചത്തിൽ കേൾപ്പിപ്പീൻ. അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു. നമ്മുടെ കാലടികൾ വഴുതുവാൻ അവൻ സമ്മതിക്കുന്നതുമില്ല. ഇതൊക്കെയാണ് തിരിഞ്ഞ് നാം ചിന്തിക്കേണ്ടത്. മെഡിറ്റേറ്റ് ഓൺ ഓൾ ദീസ്. അവിടെയും നാം സേല കണ്ടു. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വച്ചിരിക്കുന്നു. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങൾ തെറ്റിപ്പോയ സന്ദർഭങ്ങളിലെല്ലാം ദൈവമേ, നീ ഞങ്ങളെ ഡിസിപ്ലിൻ ചെയ്തു. ശിക്ഷണം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ നേർവഴിയിൽ നടത്തി. നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ ഹോമയാഗങ്ങളും കൊണ്ട് നിൻ്റെ ആലയത്തിലേക്ക് വരും. എൻ്റെ നേർച്ചകളെ ഞാൻ നിനക്ക് കഴിക്കും. ഞാൻ കഷ്ടത്തിലായിരുന്നപ്പോൾ അവയെ എൻ്റെ അധരങ്ങളാൽ ഉച്ചരിച്ചു. എൻ്റെ വായാൽ നേർന്നു. ഞാൻ ആട്ടുകൊറ്റന്മാരുടെ സൗരഭ്യവാസനയോടുകൂടെ തടുപ്പിച്ച മൃഗങ്ങളെ നിനക്ക് ഹോമയാഗം കഴിക്കും. ഞാൻ കാളകളെയും കോലാട്ടുകൊറ്റന്മാരെയും അർപ്പിക്കും. പണ്ട് ഇസ്രായേൽ ജനത ദൈവത്തിന് യാഗം കഴിച്ചിരുന്ന കാര്യമൊക്കെയാണ് ഇവിടെ പറയുന്നത്. നന്ദി സൂചകമായി ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് അവർ ദൈവത്തിന് യാഗം കഴിച്ചിരുന്നു. ദൈവം പറയുകയാണ്, ഈ യാഗത്തിലൊന്നുമല്ല ഞാൻ പ്രസാദിക്കുന്നത്. നിങ്ങൾ സ്തോത്രം എന്ന യാഗം അർപ്പിച്ചാൽ മതി. നിങ്ങളുടെ അധരഫലമായ കാളകളെയാണ് അർപ്പിക്കേണ്ടത്. സ്തോത്രം എന്ന യാഗം. വീണ്ടും നമുക്ക് സേല കാണുവാൻ കഴിയും. സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പീൻ. അവൻ എൻ്റെ പ്രാണനു വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ഞാൻ എൻ്റെ വായ് കൊണ്ട് അവനോട് നിലവിളിച്ചു. എൻ്റെ നാവിന്മേൽ അവൻ്റെ പുകഴ്ച ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു.
എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 66-ാം സങ്കീർത്തനം ഇവിടെ അവസാനിക്കുകയാണ്. ദൈവം തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ മാത്രമല്ല നോക്കുന്നത്, സകല ജാതികളെയും വംശങ്ങളെയും അവൻ നോക്കുന്നു. അവൻ്റെ കണ്ണ് അവരെ ശോധന ചെയ്യുന്നു. വംശങ്ങളെ, നമ്മുടെ ദൈവത്തെ വാഴ്ത്തുവീൻ എന്നുള്ള ആഹ്വാനമാണ് ഈ സങ്കീർത്തനം നമുക്ക് നൽകുന്നത്. അടുത്തതായി നാം പഠിക്കുവാൻ പോകുന്നത് ആമോസിൻ്റെ പ്രവചന പുസ്തകത്തിൽ നിന്നാണ്. 9-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ആമോസ് എന്ന പ്രവാചകൻ വടക്കേ രാജ്യമായ ഇസ്രായേലിന് ദൈവം വരുത്തുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നു. നിങ്ങളുടെ മേൽ ദൈവം ന്യായവിധി വരുത്തുവാൻ പോകുന്നു. കാരണം നിങ്ങളുടെ നടപ്പ് ശരിയല്ല. നിങ്ങൾ ദുർമാർഗികളാണ്. നിങ്ങൾ അന്യായം ചെയ്യുന്നവരാണ്. നിങ്ങളിലുള്ള ധനവാന്മാർ അവിടെയുള്ള ദരിദ്രന്മാരെ ഉപദ്രവിക്കുന്നു, അവരെ പീഡിപ്പിക്കുന്നു, അവരോട് അന്യായം പ്രവർത്തിക്കുന്നു. അതിനാൽ തന്നെ ദൈവത്തിൻ്റെ ആ ഡിവൈൻ ജഡ്ജ്മെൻറ്റ് നിങ്ങളുടെ മേൽ വീഴുവാൻ പോകുന്നു. ആമോസ് ദൈവത്തിൻ്റെ സർവശക്തിയെക്കുറിച്ചും സംസാരിക്കുന്നു. ഓംനിപൊട്ടൻസ് ഓഫ് ഗോഡ്. ദൈവം സർവശക്തനാണ്, സർവജ്ഞാനിയാണ്. ദൈവമെല്ലാം അറിയുന്നു. നിങ്ങൾ ദരിദ്രന്മാരെ പീഡിപ്പിക്കുന്നതും അവരോട് അന്യായം പ്രവർത്തിക്കുന്നതുമെല്ലാം ദൈവം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ദൈവത്തിനിത് സഹിച്ചുകൂടാ. നിങ്ങളിലുള്ള ഉച്ചനീചത്വം ദൈവം വെറുക്കുന്നു. ആമോസ് പ്രവാചകൻ യേശുക്രിസ്തുവിന് മുമ്പ് 8-ാം നൂറ്റാണ്ടിലാണ് ഈ പ്രവചനം നടത്തിയിരിക്കുന്നത്. 8th century BCE. നമുക്കറിയാം, ശലോമോൻ രാജാവിൻ്റെ മരണശേഷം ആ യുണൈറ്റഡ് മൊണാർക്കി 2 രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു. സദേൺ കിങ്ഡം ഓഫ് ജൂഡ ആൻഡ് നോർത്തേൺ കിങ്ഡം ഓഫ് ഇസ്രയേൽ. ഈ ആമോസ് പ്രവാചകൻ തെക്കേ രാജ്യത്തിൽ നിന്നുള്ളവനാണെങ്കിലും പ്രവചിച്ചത് വടക്കേ രാജ്യമായ ഇസ്രായേലിനോടാണ്. എന്താണ് പ്രവാചകൻ പ്രവചിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഇസ്രായേലിന് വരുവാൻ പോകുന്ന ന്യായവിധി. ഇസ്രായേൽ ടു ബി ഡിസ്ട്രോയിഡ്. ഐ സോ ദ ലോർഡ് സ്റ്റാൻഡിങ് ബൈ ദി ഓൾട്ടർ. ആമോസ് പ്രവാചകൻ കണ്ടു. യഹോവ യാഗപീഠത്തിന് മീതെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ അരുളി ചെയ്തത് എന്തെന്നാൽ, ഉത്തരങ്ങൾ കുലുങ്ങുമാറ് നീ പോതികയെ അടിക്ക. സ്ട്രൈക്ക് ദ ടോപ്സ് ഓഫ് ദ പില്ലേഴ്സ് സോ ദാറ്റ് ദ ത്രഷോൾഡ്സ് ഷേക്ക്. Cut off the heads of all the people. Those who are left I will kill with the sword. അവ എല്ലാവരുടെയും മേൽ വീഴുവാൻ തക്കവണ്ണം തകർത്ത് കളയുക. അവരുടെ സന്തതിയെ ഞാൻ വാൾ കൊണ്ട് കൊല്ലും. അവരിൽ ആരും ഓടിപ്പോകയില്ല, അവരിൽ ആരും വഴുതിപ്പോകുകയുമില്ല. അവർ പാതാളത്തിൽ തുരന്നു കടന്നാലും അവിടെ നിന്ന് എൻ്റെ കൈ അവരെ പിടിക്കും. അവർ ആകാശത്തിലേക്ക് കയറിപ്പോയാലും അവിടെ നിന്ന് ഞാൻ അവരെ ഇറക്കും. അവർ കർമ്മേലിൻ്റെ കൊടുമുടിയിൽ ഒളിച്ചിരുന്നാലും ഞാൻ അവരെ തിരഞ്ഞ് അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുവരും. അവർ എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് സമുദ്രത്തിൻ്റെ അടിയിൽ മറഞ്ഞിരുന്നാലും ഞാൻ അവിടെ സർപ്പത്തോട് കൽപ്പിച്ചിട്ട് അത് അവരെ കടിക്കും. അവർ ശത്രുക്കളുടെ മുമ്പിൽ പ്രവാസത്തിലേക്ക് പോയാലും ഞാൻ അവിടെ വാളിനോട് കൽപ്പിച്ചിട്ട് അതവരെ കൊല്ലും. നന്മയ്ക്കായിട്ടല്ല, തിന്മയ്ക്കായിട്ട് തന്നെ ഞാൻ അവരുടെ മേൽ ദൃഷ്ടി വയ്ക്കും. എന്താണിതിന് കാരണം? ദൈവം തൻ്റെ സ്വന്തം ജനമായി വേർതിരിച്ച ഈ ജനം, ലോകത്തിന് മാതൃകയായി ജീവിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഈ ജനം ദുർമാർഗികളായി ജീവിച്ചു. അതിനാൽ തന്നെ ദൈവം അവരെ ഡിസിപ്ലിൻ ചെയ്യുന്നതാണ്
നാം ഇവിടെ കാണുന്നത്. അവരുടെ മേൽ ന്യായവിധി അയക്കുവാൻ പോകുകയാണ്. വേഴ്സ് 5. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് ദേശത്തെ തൊടുന്നു, അത് ഉരുകിപ്പോകുന്നു. ഇവിടെ ദൈവത്തിൻ്റെ സർവശക്തിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. The Lord Almighty, He who touches the earth and it melts, and all who live in it mourn. The whole land rises like the Nile, then sings like the river of Egypt. അവൻ ആകാശത്തിൽ തൻ്റെ മാളികമുറികളെ പണിയുകയും ഭൂമിയിൽ തൻ്റെ കമാനത്തിന് അടിസ്ഥാനമിടുകയും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിൽ പകരുകയും ചെയ്യുന്നു. സർവശക്തിമാനായ ദൈവം യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. നിങ്ങളിത് മനസ്സിലാക്കണം. പ്രവാചകനിൽ കൂടെ യഹോവ അരുളി ചെയ്യുകയാണ്. യഹോവ ചോദിക്കുകയാണ്, Are you not Israelites the same to me as the Cushites? Declares the Lord. നിങ്ങൾ വലിയ പുള്ളികളാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ദൈവത്തിന് പ്രിയപ്പെട്ടവരാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ എനിക്ക് കൂശരെ പോലെയാണ്, എത്യോപ്യക്കാരെ പോലെയാണ്. അതായത് ദൈവത്തെ, സത്യദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ തന്നെയാണ് നിങ്ങളും എനിക്ക്. കാരണം നിങ്ങൾ ദൈവമാർഗത്തെ വിട്ടുകളഞ്ഞു. Did I not bring Israel up from Egypt? ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് ഞാൻ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നില്ലയോ? The Philistines from കഫ്തോർ, ക്രേത്ത ദ്വീപിൽ നിന്നും ഫിലിസ്തീനെ ഞാൻ കൊണ്ടുവന്നില്ലയോ? ആൻഡ് ദി അരാമിയൻസ് ഫ്രം കീർ, അസീറിയയിൽ നിന്ന് സിറിയക്കാരെ ഞാൻ കൊണ്ടുവന്നില്ലയോ? Surely the eyes of the sovereign Lord are on the sinful kingdom. അവരെല്ലാവരും സിൻഫുൾ കിങ്ഡംസ് ആയിരുന്നു. സത്യദൈവത്തെ അറിയാത്ത രാജ്യങ്ങളായിരുന്നു, ജാതികളായിരുന്നു. I will destroy it from the face of the earth. അതിന് മാറ്റമൊന്നുമില്ല. Yet I will not totally destroy the house of Jacob, declares the Lord. For I will give the command, and I will shake the house of Israel among all the nations. അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ സകല ജാതികളുടെയും ഇടയിൽ അരിപ്പാൻ കൽപ്പിക്കും. ഒരു മണി പോലും നിലത്ത് വീഴുകയില്ല. ഇസ്രായേൽ മക്കളോട് താൻ കരുണ കാണിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. എപ്പോൾ അവർ മാനസാന്തരപ്പെട്ട് ദൈവവഴികളിലേക്ക് മടങ്ങി വന്നാൽ. കാരണം ദൈവം അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ആ വാഗ്ദത്തം ഓർക്കുകയാണ്. അനർത്ഥം ഞങ്ങളെ തുടർന്നെത്തുകയില്ല, എത്തിപ്പിടിക്കുകയുമില്ല എന്ന് പറയുന്നവരായി എൻ്റെ ജനത്തിലുള്ള സകല പാപികളും വാൾ കൊണ്ട് മരിക്കും. അവർ ഏദോമിൽ ശേഷിച്ചിരിക്കുന്നവരുടെയും എൻ്റെ നാമം വിളിക്കപ്പെടുന്ന സകല ജാതികളുടെയും ദേശത്തെ കൈവശമാക്കേണ്ടതിന് വീണുപോയ ദാവീദിൻ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തുകയും അതിൻ്റെ പിളർപ്പുകളെ അടയ്ക്കുകയും അവൻ്റെ ഇടിവുകളെ തീർക്കുകയും അതിനെ പുരാതന കാലത്തിലെന്ന പോലെ പണിയുകയും ചെയ്യും എന്നാകുന്നു ഇത് അനുഷ്ഠിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. ലോർഡ്സ് റെസ്റ്റോറേഷനാണ് ഇവിടെ നാം വായിച്ചത്. ദൈവം തൻ്റെ ജനത്തെ ഡിസിപ്ലിൻ ചെയ്യുന്നു, ശിക്ഷണം നടത്തുന്നു, ശിക്ഷണത്തിൽ കൂടെ കടത്തിവിടുന്നു, ഒടുവിലവരെ റിസ്റ്റോർ ചെയ്യുന്നു. ഇൻ ദാറ്റ് ഡേ ഐ വിൽ റീസ്റ്റോർ ഡേവിഡ്സ് ഫോളൻ ടെന്റ്
I will repair its broken places, restore its ruins, and build it as it used to be, so that they may possess the remnant of Edom and all the nations that bear my name. ഇന്നത്തെ പ്രധാന വചനപാഠം നമുക്കിനി പഠിക്കാം. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് 10-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ യേശുക്രിസ്തു പറയുന്നു, ഞാൻ നല്ല ഇടയൻ. പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ ഇതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല. ഞാൻ തന്നെ എൻ്റെ ജീവനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും എനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിങ്കിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞതാണ് ഇക്കാര്യം. യേശുക്രിസ്തു ആടുകളായ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ തന്നു കഴിഞ്ഞു. സഹോദരങ്ങളെ, യേശുക്രിസ്തു ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി തന്നു. തൻ്റെ രക്തമെല്ലാം നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. നമുക്ക് വേണ്ടി അവൻ അടികൊണ്ടു. നമ്മുടെ പാപമെല്ലാം തന്മേലേറ്റെടുത്ത് അവൻ ക്രൂശിൽ നമുക്ക് പകരമായി മരിച്ചു. നമുക്ക് നിത്യജീവൻ നേടിത്തന്നു. നിത്യരക്ഷയാണ് നമുക്ക് നൽകിയത്. ഇവിടെ 14-ാം വാക്യത്തിൽ പറയുന്നത്, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവരായി നിങ്ങളെ അറിയുകയും നിങ്ങൾ എന്നെ അറിയുകയും ചെയ്യുന്നു. പിതാവാം ദൈവവും പുത്രനാം ദൈവമായ യേശുക്രിസ്തുവും തമ്മിലുള്ള ആ അഭേദ്യമായ സ്നേഹബന്ധമാണ് പറഞ്ഞുകൊണ്ട് നമ്മോടുള്ള ബന്ധത്തെ യേശു പറഞ്ഞിരിക്കുന്നത്. പിതാവ് എന്നെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെയാണ് ഞാൻ നിങ്ങളെയും അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവനെ നിങ്ങൾക്ക് വേണ്ടി നൽകിയത്. എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിനാണ് ഞാൻ അതിനെ കൊടുത്തത്. അതുകൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും എൻ്റെ ജീവനെ എന്നോട് എടുത്തു കളയുന്നില്ല. അതായത് ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ല യേശു നമ്മെ വിടുവിച്ചത്. യേശു സ്വയമായി തൻ്റെ പ്രാണനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തരികയായിരുന്നു. നമുക്ക് വേണ്ടി യേശുക്രിസ്തു തൻ്റെ ജീവനെ സ്വയമായി ഏൽപ്പിച്ചു തന്നതുകൊണ്ട് ആ അധികാരം യേശുവിനുണ്ടായിരുന്നതുപോലെ വീണ്ടും പ്രാപിക്കുവാനും യേശുവിന് അധികാരമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും മഹിമയിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്നത്. ഇവിടെ വേഴ്സ് 16 ഒരു വലിയ കാര്യം യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നു. ഈ തൊഴുത്തിൽ പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും. ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമാകും. ദൈവത്തെ അറിയാത്ത, സത്യദൈവത്തെ തിരിച്ചറിയാത്ത ജനതകളെ പറ്റിയാണ് തൻ്റെ തൊഴുത്തിൽ പെടാത്ത വേറെ ആടുകൾ എന്ന് യേശു പറഞ്ഞിരിക്കുന്നത്. അവരെല്ലാവരും തൻ്റെ ശബ്ദം കേൾക്കും എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരാട്ടിൻകൂട്ടവും ഒരിടയനും ആകും. ഇത് യേശുക്രിസ്തുവിൻ്റെ വാക്കാണ്. യേശുക്രിസ്തുവാണത് പറഞ്ഞിരിക്കുന്നത്. നാം ആമോസിൻ്റെ പ്രവചന പുസ്തകം പഠിച്ചപ്പോൾ അവിടെ നാം കണ്ടു, സന്മാർഗത്തിൽ നിന്നും വ്യതിചലിച്ച ഇസ്രായേൽ മക്കളോട് ദൈവം പറയുന്നത്, നിങ്ങൾ
പാപത്തിൽ പോയാൽ, പാപത്തിൽ ജീവിച്ചാൽ നിങ്ങൾ എനിക്ക് കൂശ്യരെ പോലെയാണ്, എത്യോപ്യക്കാരെ പോലെയാണ്, അതായത് സത്യദൈവത്തെ അറിയാത്തവരെ പോലെയാണ്. അപ്പോൾ ദൈവത്തിന് ഈ ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും ആരൊക്കെ തന്നെ അറിയുന്നു എന്നും ആരൊക്കെ തന്നെ അറിയുന്നില്ല എന്നും വ്യക്തമായി അറിയാം. അവിടെ കണ്ടത് എത്യോപ്യക്കാരുടെ കാര്യം നാം കണ്ടു, ഫിലിസ്തീനയുടെ കാര്യം കണ്ടു, ക്രേത്ത ദ്വീപനിവാസികളുടെ കാര്യം കണ്ടു, ഈജിപ്തുകാരുടെ കാര്യം കണ്ടു, അസീറിയക്കാരുടെ കാര്യം കണ്ടു, സിറിയക്കാരുടെ കാര്യം കണ്ടു. ഇവരെയെല്ലാം ദൈവം നമ്മുടെ മുമ്പിൽ നിരത്തി നിർത്തി. സത്യദൈവത്തെ അറിയാത്ത ആളുകളായിരുന്നു അന്നവർ. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത ആ സുവിശേഷം ലോകമെമ്പാടും 24 മണിക്കൂറും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനത്തിന് അത് കേൾക്കുവാൻ അവസരമുണ്ട്. അവരുടെ കാതുകളിൽ അത് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയെന്നോ പകലെന്നോ മഴയെന്നോ വെയിലെന്നോ ഒന്നുമില്ലാതെ എപ്പോഴും കേൾക്കുവാൻ തക്കവണ്ണം അതവർക്ക് അവൈലബിളാണ്. അവർ നിശ്ചയമായും യേശുക്രിസ്തുവിൻ്റെ ഈ സുവിശേഷം കേൾക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവരെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവർ ഈ തൊഴുത്തിൽപ്പെടാത്ത ആടുകളാണ്. ഈ തൊഴുത്തിൽപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട് എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. അത് യേശുവിൻ്റേതാണ്, ദൈവത്തിൻ്റേതാണ് ആ രാജ്യങ്ങളും ജനതകളും. കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്നാണ് നിങ്ങൾ എൻ്റെ ശബ്ദം കേട്ട് എങ്കിലേക്ക് മടങ്ങി വരുന്നത്? എന്നാണ് നിങ്ങൾ കൂടി വന്നിട്ട് ഒരിടയനും ഒരാട്ടിൻകൂട്ടവുമായി തീരുന്നത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് മുമ്പേ ദൈവരാജ്യത്തിൻ്റെ ഈ സുവിശേഷം, ഈ സത്യസുവിശേഷം തന്നെ സ്വീകരിച്ചിട്ടില്ലാത്ത സകല രാജ്യങ്ങൾക്കും സകല ജാതികൾക്കും സകല ഭാഷക്കാർക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. വിശുദ്ധനായ മത്തായി ശ്ലീഹായും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. And this gospel of the kingdom will be preached in the whole world as a testimony to all nations, and then the end will come. പൗലോസ് ശ്ലീഹായും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആകയാൽ ദൈവം തൻ്റെ ഈ രക്ഷ ജാതികൾക്ക് അയച്ചിരിക്കുന്നു, അവർ കേൾക്കും എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. Therefore, I, Paul, want you to know that God's salvation has been sent to the Gentiles, and they will listen. Acts of the Apostles, chapter 28, verse 28. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളുവീൻ. അന്ന് ആമോസ് പ്രവാചകൻ പ്രവചിച്ചതുപോലെ ഇസ്രായേൽ മക്കൾക്ക് ക്രൂരന്മാരായ അസീറിയക്കാരുടെ നാട്ടിലേക്ക് പ്രവാസികളായി ബന്ദികളായി പോകുവാൻ ദൈവം ഇടയാക്കിയതുപോലെ ഒരു ന്യായവിധി ഉണ്ടാകാതിരിക്കുവാൻ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുക. നല്ല ഇടയനായ ഈ യേശുവിൻ്റെ ആലയിലെ ആട്ടിൻകൂട്ടമായി നമുക്ക് ഒന്നിക്കാം. സർവഭൂമിയുമായുള്ളവേ അവൻ്റെ നാമത്തെ ഘോഷിപ്പീൻ. ആ നാമം ശക്തിയേറിയ നാമമാണ്. ദൂതന്മാരൊക്കെയും ആ നാമത്തിൻ്റെ മുമ്പിൽ കുമ്പിടുന്നു, നമിക്കുന്നു. All hail the power of Jesus' name. Let angels prostrate fall. All hail the power of Jesus' name. Let angels prostrate fall. Let angels prostrate
from the fold, he ransom from the fold. Hail him who saves you by his grace, and crown him, crown him, crown him, crown him, and crown him Lord of all. Crown him, ye martyrs of our God, who from the altar called, who from the altar called. Extol the stem of Jesse's throne, and crown him, crown him, crown him, crown him, and crown him Lord of all. Let every kindred, every tribe on this terrestrial board, on this terrestrial board, to him all majesty ascribe, and crown him, crown him, crown him, crown him, and crown him Lord of all. Oh, that with yonder sacred throng we at his feet may fall, we at his feet may fall. Joining